ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപനം തന്നെയായിരുന്നു. ഇനിഷ്യലി ഒരു 25%, പിന്നീട് പെനാൽറ്റി ആയിട്ട് എക്സ്ട്രാ ഒരു 25% താരിഫ് കൂടിയാണ് ഇന്ത്യക്ക് മുകളിൽ ട്രംപ് ചുമത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു റീസണായിട്ട് ട്രംപ് അവകാശപ്പെടുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധമാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ ഓയിൽ ഇറക്കുമതി ചെയ്തിട്ട് അത് മറിച്ച് വിറ്റ് ലാഭമുണ്ടാക്കുന്നു. അതുപോലെ റഷ്യ ഉക്രൈൻ വാറിൽ ഇന്ത്യ റഷ്യയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പെനാൽറ്റി ചുമത്താൻ കാരണമെന്നാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഈ ഒരു ഇന്ത്യക്ക് മുകളിൽ മാത്രമല്ല ട്രംപ് ഈ ഒരു താരിഫ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും എത്രയാണ് അവയ്ക്ക് അവരുടെ മുകളിൽ ഉള്ള താരിഫെന്നും പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താരിഫ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്കും ബ്രസീലിനും മുകളിലാണ് 50%. അതുപോലെ സ്വിറ്റ്സർലൻഡ് 39%, തുടർന്ന് കാനഡ 35%, ചൈന 30%, ഇനി മെക്സിക്കോ 25%, വിയറ്റ്നാം 20%, വിയറ്റ്നാം തായ്വാൻ 20%, പിന്നീടുള്ള രാജ്യങ്ങളെല്ലാം അതിൽ താഴെയാണ്. ജപ്പാൻ ആണെങ്കിൽ 15% ആണ്, അയർലൻഡ് 15% ആണ്, സൗത്ത് കൊറിയ 15% ആണ്. അങ്ങനെ 15 അല്ലെങ്കിൽ 10, 19 അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യക്കും ബ്രസീലിനും മുകളിലാണ്. ഇനി ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര ബന്ധം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 24-25 ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 131.84 ബില്യൻ്റെ ബൈലാറ്ററൽ ട്രേഡാണ് ഇന്ത്യക്കും US-നും ഇടയിൽ നടന്നിരിക്കുന്നത്. ഏകദേശം 87 ബില്യൻ്റെ എക്സ്പോർട്ടാണ് ഇന്ത്യ US-ലേക്ക് കഴിഞ്ഞ 24-25 ഫിനാൻഷ്യൽ ഇയറിൽ നടത്തിയിരിക്കുന്നത്. ഇനി അത് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ 10.3 ബില്യൺ, ജെംസ് ആൻഡ് ജ്വല്ലറി 12 ബില്യൺ, മറൈൻ പ്രോഡക്ട്സ് 2.4 ബില്യൺ, ലെതർ ആൻഡ് ഫുഡ്വെയർ 1.18 ബില്യൺ, കെമിക്കൽസ് 2.34 ബില്യൺ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഡിവൈസസ് 9 ബില്യൺ. ഇങ്ങനെ പോകുന്നു ആ കണക്ക്. അപ്പോൾ വളരെ സൗഹൃദപരമായ ഒരു ബന്ധമായിരുന്നു ഇന്ത്യക്കും US-നും ഇടയിൽ, അല്ലെങ്കിൽ ബൈലാറ്ററൽ ട്രേഡ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് അതിനൊരു വിള്ളൽ വീഴാൻ എന്താണ് കാരണം? അത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യ എന്ന് പറയുന്നത് ഈ റഷ്യയും ചൈനയും ഒക്കെ ചേർന്നിട്ടുള്ള ബ്രിക്സ് ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ബ്രിക്സ് എന്ന് പറയുന്നത് ട്രംപിന് തീരെ താല്പര്യമില്ലാത്ത ഒരു സഖ്യമാണ്. കാരണം എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു മെമ്പർ എന്ന് പറയുന്നത് റഷ്യ ആണ് എന്നത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യ ബ്രിക്സിൻ്റെ ഭാഗമായതും റഷ്യ, ചൈന പോലെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഇന്ത്യയുടെ ട്രേഡ് ഡീൽസും ഇതൊക്കെ ട്രംപിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. പിന്നെ ഒരു അഡീഷണൽ 25% താരിഫ് കൂടി ഇന്ത്യക്ക് മുകളിൽ ചുമത്തുന്നതിലൂടെ ട്രംപ് ശരിക്കും ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാഴ്ത്തുക, എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ്. ട്രംപിൻ്റെ അല്ലെങ്കിൽ US-ൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ്സ് നമ്മൾ മുൻപേ തന്നെ കണ്ടതാണ്. അവരുടെ ഒരു സെറ്റ് ഓഫ് പ്രോഡക്ട്സ് 0 താരിഫിൽ അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അവർക്ക് സെൽ ചെയ്യാൻ പറ്റണം. പക്ഷേ അതിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള സെക്ടേഴ്സ്, ഇപ്പോൾ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഡയറി പ്രോഡക്ട്സ് പോലെയുള്ളവയൊന്നും അങ്ങനെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ സെൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഇന്ത്യ പറഞ്ഞു. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ അവരുടെ ആ ഒരു മൂവ്മെൻറ്റിനെ എതിർത്തതാണ് ശരിക്കും ട്രംപിനെ ചൊടിപ്പിച്ചതും ഇങ്ങനെ ഒരു എക്സ്ട്രാ 25% താരിഫിലേക്ക് നയിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുതന്നെയാണ് ഇന്നലത്തെ ന്യൂസിലും അല്ലെങ്കിൽ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റിലും മോദി പറഞ്ഞത്. ഞങ്ങളിപ്പോഴും ഫാമേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഡയറി സെക്ടേഴ്സിൻ്റെയും ഒക്കെ കൂടെയാണ് എന്ന് മോദി വ്യക്തമാക്കിയതും ഇത് തന്നെയാണ് മീൻ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെയുള്ള പ്രോഡക്ട്സിന് 0 താരിഫിൽ ഇന്ത്യയിൽ കടന്നു വരാൻ സമ്മതിക്കില്ല. അങ്ങനെ വന്നാൽ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഫാമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡയറി സെക്ടറിലുള്ള ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന് ഡിമാൻഡ് കുറയുകയും ഈ ഇമ്പോർട്ട് ചെയ്ത പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കൂടാനും ഇടയാക്കും. അപ്പോൾ അതൊരിക്കലും ഇന്ത്യ അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് മോദി ഇന്നലെയും വ്യക്തമാക്കിയത്. ഇനി ഇത് കൂടാതെ ഇങ്ങനെ ഒരു 25% എക്സ്ട്രാ പെനാൽറ്റി കൂടി വരാൻ മറ്റൊരു കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യക്ക് ബ്രിക്സ് സഖ്യത്തിലുള്ള മെമ്പർഷിപ്പാണ്.
ഈ ബ്രിക്സ് സഖ്യത്തെപ്പറ്റി പറയുമ്പോൾ 2009 ബ്രസീൽ, റഷ്യ, ചൈന, ഇന്ത്യ എന്നീ 4 രാജ്യങ്ങൾ ചേർന്നാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തത്. അതിനുശേഷം 2010 സൗത്ത് ആഫ്രിക്ക കൂടി ഇതിൻ്റെ ഒപ്പം ജോയിനായി. തുടർന്ന് ജാനുവരി 2024 ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങൾ കൂടി ബ്രിക്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. സൗദി അറേബ്യ അൺഒഫീഷ്യലി ഇതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും എമേർജിങ് എക്കണോമീസ് ആയിട്ടുള്ള കുറച്ച് രാജ്യങ്ങൾ ചേർന്നാണ് ഈ ഒരു ബ്രിക്സ് സഖ്യം രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ ബ്രിക്സ് സഖ്യത്തെ ആൻറ്റി അമേരിക്കൻ എന്നാണ് ട്രംപ് നേരത്തെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിൻ്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാകും. അതുമാത്രമല്ല, ഈ ബ്രിക്സ് സഖ്യത്തിലെ രാജ്യങ്ങൾ ചേരുമ്പോൾ ലോകത്തിലെ മൊത്തം പോപ്പുലേഷൻ്റെ ഏകദേശം 50% അടുപ്പിച്ചാണ് കവർ ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ എക്കണോമിയുടെ 4/1 ഈ ബ്രിക്സ് സഖ്യ രാജ്യങ്ങൾ ചേരുമ്പോൾ കവർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിനെ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാതിരിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. പിന്നെ ഈ ഒരു ബ്രിക്സ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഡീഡോളറൈസേഷൻ ആണ്. ഈ ഡീഡോളറൈസേഷൻ എന്ന് പറയുമ്പോൾ ഡോളറിന് പകരമായിട്ട് ഒരു കോമൺ കറൻസി കൊണ്ടുവരിക എന്നാണ് ബ്രിക്സ് മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പോൾ ട്രേഡ് ചെയ്യാനും ഇൻ്റർനാഷണൽ ട്രേഡിനും അതുപോലെ സെറ്റിൽമെൻറ്റിനും ഒക്കെ ആയിട്ട് ആ ഒരു കറൻസി യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവിടെ ഡോളറിൻ്റെ മേലുള്ള ഡിപ്പെൻഡൻസി ആണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ US അതുകൊണ്ട് തന്നെ ആ ഒരു മൂവിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു മൂവ് വരികയാണെങ്കിൽ 10% താരിഫാണ് ട്രംപ് ഇപ്പോൾ ബ്രിക്സ് മെമ്പർഷിപ്പുള്ള രാജ്യങ്ങളുടെ മേലിൽ എക്സ്ട്രാ 10% താരിഫാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ ബ്രിക്സിൻ്റെ തന്നെ മറ്റൊരാശയമായിരുന്നു ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അതായത് ഒരു പൂൾ ഓഫ് മണി ക്രിയേറ്റ് ചെയ്തിട്ട് രാജ്യങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിന്ന് ലോൺ എടുക്കാനും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും സ്ട്രഗിൾ ചെയ്യുന്ന എക്കണോമിനെ ബൂസ്റ്റ് ചെയ്യാനുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയമായിരുന്നു അത്. പിന്നെ ഇതുകൂടാതെ കൂടുതൽ റെപ്രസെൻറ്റേഷൻ ആണ് ബ്രിക്സ് ആവശ്യപ്പെട്ടത്. അതായത് UN സെക്യൂരിറ്റി കൗൺസിൽ, IMF ഒക്കെ പോലെയുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിൽ ഈ ഒരു ബ്രിക്സിൻ്റെ മെമ്പേഴ്സിന് കൂടുതൽ റെപ്രസെൻറ്റേഷൻ വേണമെന്നാണ് ബ്രിക്സ് മുന്നോട്ട് വെക്കുന്ന വേറൊരു ആവശ്യം. അപ്പോൾ ഇതൊക്കെ US-ൻ്റെ അല്ലെങ്കിൽ ട്രംപിൻ്റെ പോളിസീസിനെതിരായതുകൊണ്ട് തന്നെ ട്രംപ് ഇവയൊക്കെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഇന്ത്യ ഈ ഒരു ബ്രിക്സിൻ്റെ ഭാഗമായതാകാം ഇന്ത്യക്ക് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഈ ഒരു പെനാൽറ്റിയുടെ ഒരു കാരണമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കൂടാതെ ഈ പറഞ്ഞ സീറോ താരിഫിൽ US-ൻ്റെ പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുന്നതിന് US ആവശ്യപ്പെട്ടിരുന്നു. അതും ഇന്ത്യ എതിർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റിനെതിരായതുകൊണ്ട് തന്നെ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് മോദി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു താരിഫിന് ഉയർന്നതിലേക്ക് അല്ലെങ്കിൽ ഒരു 50% താരിഫിൽ ചുമത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുകൂടാതെ ട്രംപ് ഇന്ത്യയെ വിശേഷിപ്പിച്ചത് ഡെഡ് എക്കണോമി എന്നാണ്. എന്നാൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ രാജ്യമാണ് ഇന്ത്യ. ഇതുകൂടാതെ GDP-യുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. ഇനി ട്രംപിൻ്റെ മറ്റൊരു വാദം ഇന്ത്യ ഈസ് ദ താരിഫ് കിങ് എന്നാണ്. ഇന്ത്യയുടെ താരിഫ് കൂടുതലാണ് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇന്ത്യയുടെ സിമ്പിൾ ആവറേജ് താരിഫായ 15.8% എന്നതാണ് ഇതിന് ആധാരമായിട്ട് ട്രംപ് പറയുന്നത്. എന്നാൽ ഈ ഉയർന്ന താരിഫ് ഉള്ളത് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ഓട്ടോമൊബൈൽ പാർട്സ് അങ്ങനെയുള്ള ചില സെലക്റ്റീവ് സെക്ടേഴ്സിൽ മാത്രമാണ്. ഇന്ത്യയുടെ വെയ്റ്റഡ് ആവറേജ് താരിഫ് എന്ന് പറയുന്നത് 4.6% മാത്രമാണ്. ഇനി ഈ 50% ബാധകമല്ലാത്ത സെക്ടേഴ്സും ഈ ഒരു പ്രഖ്യാപനത്തിലുണ്ട്. അതിൽ വരുന്നതാണ് ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ് ഒക്കെ. പക്ഷെ ഭാവിയിൽ ഇതിൻ്റെ മുകളിലും ട്രംപ് ഈ താരിഫ് ചുമത്തുമോ എന്നത് ഇപ്പം നമുക്ക് വ്യക്തമല്ല. ഈ ഒരു താരിഫ് ക്രിയേറ്റ് ചെയ്യുന്ന ആ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ ശക്തമായി നേരിടാൻ തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യയുടെ US-ലേക്കുള്ള കയറ്റുമതി GDP-യുടെ 2% മാത്രമാണ്. അതുകൊണ്ട് തന്നെ 2026 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന 6.5 എന്ന GDP ഗ്രോത്ത് റേറ്റിനെ ഇത് ബാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
അതുപോലെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും മുന്നോട്ട് വെക്കുന്ന നിലപാടുകളിലെ പൊരുത്തക്കേടും കാപട്യവും ഒക്കെയാണ് ഈ ഒരു താരിഫ് പ്രഖ്യാപനത്തിലൂടെ അതിന് ഇന്ത്യ കൊടുത്ത മറുപടിയിലൂടെയും നമുക്ക് മനസ്സിലാവുന്നത്. സൈനികവും സാമ്പത്തികവുമായ മേഖലകളിൽ അമേരിക്കയ്ക്കുള്ള മേൽക്കൈ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനും അത് ഇന്ത്യ പോലെയുള്ള അപ്കമിങ് എക്കണോമീസിൽ എമർജിങ് എക്കണോമീസിൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കാനുമുള്ള ട്രംപിൻ്റെ നീക്കങ്ങളാണ് ഇന്ത്യ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പ്രതിരോധിച്ചിരിക്കുന്നത്. ഡൊമസ്റ്റിക് കൺസംഷൻ അഥവാ ആഭ്യന്തര ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നതും പുതിയ വിപണികൾ കണ്ടെത്തുകയുമാണ് ഇതിനെതിരെ ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഈ ആഴ്ചയിലെ മറ്റ് ന്യൂസ് നോക്കുകയാണെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ റിപ്പോ റേറ്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് 5.5% എന്ന ഇപ്പോഴത്തെ റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് റിസർവ് ബാങ്കിന് തീരുമാനമായിട്ടുള്ളത്. കൂടാതെ വരുന്ന വർഷത്തേക്കുള്ള ഇൻഫ്ലേഷൻ റേറ്റ് 3.1% റിസർവ് ബാങ്ക് കുറച്ചിട്ടുമുണ്ട്. വിലക്കയറ്റം കുറയുമെന്ന ഒരു സൂചനയാണ് ഇത് നൽകുന്നത്. പിന്നെ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റിലും റിസർവ് ബാങ്ക് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഇതൊക്കെ വളരെ പോസിറ്റീവായി കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയാണെങ്കിലും ഈ മാർക്കറ്റിലും വളരെ സെലക്റ്റീവായിട്ട് സെക്ടർ സ്പെസിഫിക്കും അല്ലെങ്കിൽ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ട്രേഡ്, ഹൈ ക്വാളിറ്റി കമ്പനീസിനെ കണ്ടുപിടിച്ച് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്